നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ജോഷ് പ്രസൻസ് നുന്നൂസിന്റെ കേരളക്കര കാഴ്ചകൾ. ഇന്നിപ്പോൾ നമ്മളുള്ളത് വർക്കലയിലാണ്. അതെ മോനെ, നമ്മളിപ്പോൾ വർക്കലയിലാണുള്ളത്. ട്രിവാൻഡ്രത്തുനിന്ന് നമ്മൾ വർക്കലയിലേക്ക് വന്നത് കോസ്റ്റൽ റൂട്ട് വഴിയാണ്. നമ്മുടെ മുതലപ്പുഴി കവർ ചെയ്തു, അഞ്ചുതെങ്ങ് ഫോർട്ട്, അതേപോലെ ആശാൻ സ്മാരകം, ഇതൊക്കെ കവർ ചെയ്താണ് നമ്മൾ ഇവിടെ വർക്കല എത്തിയിരിക്കുന്നത്. അഞ്ചുതെങ്ങ് ഫോർട്ടിനെ പറ്റി പറയുമ്പോൾ 1695 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവിടെ ഒരു ഈ ഫോർട്ട് ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ മഹാറാണി കൊടുത്ത സ്ഥലത്താണ് അവർ ഇത് നിർമ്മിച്ചത്, ഈ ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കുരുമുളക് വ്യാപാരമായിരുന്നു അവരുടെ മെയിൻ ഇവിടെ നിന്നുണ്ടായിരുന്ന ട്രേഡ്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ അവിടുത്തെ നാട്ടുകാർ, ലോക്കൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്കെതിരെ കലാപം ഉണ്ടാകുകയും കേരളത്തിൽ ആദ്യത്തെ കലാപങ്ങളിൽ ഒന്നാണ് ഈ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ടിക്കറ്റൊന്നുമില്ല അവിടെ കയറുന്നത്. അതിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ മീൻസ് ഡേ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും പോയി അത് കണ്ടുവരാം. വർക്കലയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സോളോ ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പണിതേക്കുന്ന ഒരു റിസോർട്ടാണ്. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ സ്റ്റുഡിയോ പണിതതുപോലെ ഓലയൊക്കെ വെച്ച് ആണ് ഈ പ്രോപ്പർട്ടി പണിതേക്കുന്നത്. ഇതൊരു എന്താ പറയുക, കിഡ്സ് ഫ്രണ്ട്ലി അല്ല. നമ്മുടെ ബാക്കിലേക്ക് പോകുന്നവർ നമുക്ക് കാണാം, ക്ലിഫുണ്ട്, അത് തന്നെ ഫെൻസിങ് ഇല്ല. ഫെൻസിങ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഒക്കെ നഷ്ടപ്പെടും. എന്താ പറയുക, പ്രൊമോട്ടേഴ്സ് അവരുടെ മനസ്സിലുള്ള ഐഡിയ എന്ന് പറയുന്നതും ഇതൊരു സോളോ ട്രാവലറിന് വന്ന് വിശാലമായി കിടന്നുറങ്ങുക അല്ലേ. ഈ റൂംസ് കണ്ടില്ലേ, ഒരു സിംഗിൾ ബിഗ് ബെഡ്, ഒരാൾക്ക് കിടന്ന് വിശാലമായി കിടന്നുറങ്ങുക. മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡെക്കുണ്ട്, അവിടെ ഒരു ഹാങ് ഔട്ട് ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് വളരെ സിമ്പിളായി എന്താ പറയുക സ്റ്റേ ചെയ്ത് എന്താ ഒരു റിലാക്സ് മോഡിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഫാമിലി ഒരിക്കലും ഇത് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ലക്ഷറി ആഗ്രഹിക്കുന്നവർ ഇതൊരിക്കലും ഇഷ്ടപ്പെടുമെന്നും തോന്നുന്നില്ല. ഞാൻ ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതിന് കാരണം, നമ്മൾ പല ടൈപ്പ് പ്രോപ്പർട്ടിയിൽ ഇതുവരെ നമ്മൾ സ്റ്റേ ചെയ്തു. വലിയ പ്രോപ്പർട്ടി സ്റ്റേ ചെയ്തു, അതേപോലെ ഇടത്തരം പ്രോപ്പർട്ടികളിൽ സ്റ്റേ ചെയ്തു. ഇതൊരു നിങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്തത്. ഇനി നമുക്കുള്ളത് എന്താണ്, വർക്കല ക്ലിഫാണ്. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് വർക്കലയിലോട്ട് പോകാം. പതിവ് പോലെ അമ്മയും നീരവും ആദ്യം കഴിക്കും, പിന്നെ ഞാൻ കഴിക്കും. നുന്നൂസ് ദോശ ട്രൈ ചെയ്തിട്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കും നമുക്ക്. ശരിയാണല്ലോ, വളരെ ഞാൻ പ്രോപ്പർട്ടിയെ പറ്റി പറഞ്ഞില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ ദോശയും ചമ്മന്തിയും. സിമ്പിളാണ് ബട്ട് പവർഫുൾ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും. കാരണം ഈ ഒരു ജനറേഷനിൽ ആരും ഇങ്ങനെ ഓലയൊക്കെ മേഞ്ഞെടുത്തൊന്നും രാത്രി എനിക്ക് തോന്നുന്നില്ല ആരും ഉറങ്ങിയിട്ടുണ്ടായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ വർക്കലയിലൊക്കെ വരുമ്പോൾ ഇവിടെ ഉറപ്പായിട്ട് വരണം. അതേപോലെ നമ്മൾ വർക്കലയിലേക്ക് വരുന്ന വഴിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് പൊന്നന്തുരുത്ത്. അതിലൊരു ടെമ്പിൾ ഉണ്ട്. നമ്മളവിടെ ഇറങ്ങാതിരുന്ന കാര്യം, വന്നപ്പോഴേക്ക് ഉച്ചയായി, ഭയങ്കര വെയിലല്ലേ. ഇപ്പോൾ ന്യൂസിനെ കൊണ്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളവിടെ ഇറങ്ങാതിരുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് പോരുന്നത്. ഇതാണ് കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല ബീച്ചിലാണ്. വർക്കല ബീച്ചിലെത്തി നമ്മൾ ക്ലിഫിൽ നിന്നുള്ള വ്യൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇതുവരെയുള്ള ട്രിപ്പുകളിൽ ഇതുവരെ സൺറൈസും സൺസെറ്റും എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പം മഴ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മഴയും രാവിലെ ക്ലൗഡി ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല. വർക്കല ആക്ച്വലി നല്ലൊരു സൺസെറ്റ് പോയിൻ്റ് ഉള്ള ബീച്ചസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് മഴയുടെ യാത്ര കണ്ടിന്യൂ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ഇന്നെടുക്കാൻ പറ്റുന്നില്ല. നമ്മളിവിടെ നിന്ന് ബീച്ചിൽ നിന്ന് മുകളിലോട്ട് കയറി ഭക്ഷണം കഴിക്കാനുണ്ട്, ലഞ്ച് കഴിക്കണം. നുന്നൂസ് വണ്ടി കയറി കിടന്ന് ഉറങ്ങുകയാണ്. അമ്മയും ന്യൂസും വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത്. അവളെ ഉണർത്തി ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ മൺറോത്തുരത്തിലോട്ടാണ് പോകേണ്ടത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ മേലോട്ട് കയറിയതാണ് ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? കിച്ചു. ഫിക്സഡ് റേറ്റ് ആണോ അതോ സൈസ് അനുസരിച്ചാണോ കൊടുക്കുന്നത്? സൈസ് അനുസരിച്ച്. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇതിനൊക്കെ എങ്ങനെയാണ് പറയും? ഇതിന്റെ കൂടെ തന്നെ റൈസ്, ഞാനും ഫ്രൈസ്, സലാഡൊക്കെ കാണും. ചേട്ടൻ നാണം വരണം ചേട്ടാ, നമുക്ക് എല്ലാവർക്കും വേണ്ട. അപ്പം ഹമൂറാണെങ്കിലോ അറേഞ്ച് വരും. ഇതൊരു വൈസ് സ്നാപ്പർ എടുത്തു കേട്ടോ. ഇതെന്തോ ചെയ്യുന്നു കേട്ടോ.
എന്താ ചെയ്യാൻ നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുമോ? ബനാന ലീഫാണ് കേട്ടോ ബെസ്റ്റ്. ബനാന ലീഫ് ചെയ്യാൻ പറ്റും. അത് ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കോക്കാൻ റൈസ് 3 പൊറോട്ട തരും. ശരി ശരി ശരി. അങ്ങനെ നമ്മുടെ ഡിഷ് വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ബനാന ലീഫ്. ഏതാണ് ബനാന ലീഫിൽ എന്താ ചെയ്തേക്കുന്നത്? ആക്ച്വലി ബനാന ലീഫിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ സോസാണ്. അത് നമ്മൾ മീൻ പൊള്ളിച്ചതെന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ഞങ്ങൾ ഈ കോട്ടയം ആലപ്പി സ്റ്റൈലുള്ള മീൻ പൊള്ളിച്ച സ്റ്റൈലല്ല. ഇത് ഞങ്ങളതായിട്ടുള്ള ഒരു സ്പെഷ്യൽ നമ്മളെ മെയിൻ ഷെഫിൻ്റെ ഒരു ഐറ്റമാണിത്. ഇത് ഇവിടെ വന്നാലേ കിട്ടത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഫേമസ്. ഞങ്ങളൊരു സിഗ്നേച്ചർ ഐറ്റം കൂടിയാണ്. വേറെ ഫ്ലേവറാണ് വരുന്നത്. ഇത് ആക്ച്വലി സ്റ്റീം ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടാണ് ഇതിൽ സ്റ്റഫ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങ് തവയിലിട്ട് അങ്ങ് പൊള്ളിക്കുക ചെയ്യണം. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കോക്കനട്ട് റൈസും ബ്രെഡായിട്ട് പൊറോട്ടയാണോ? പക്ഷേ ഇതിന്റെ അക്കമ്പനിമെന്റ് ആണ് ഇതിനോട് ഉള്ളതാണ്. ഇതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നീര് കഴിച്ചു തുടങ്ങിക്കോ. ഇങ്ങനെ ഉണ്ടെന്ന് പറ. ആ റൈസിലോട്ട് അതിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച് കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഇതിൽ ഗ്രേവി ഒഴിച്ച് കഴിച്ച് നോക്കിയോ. ഞാൻ പിന്നെ മീനിൻ്റെ ആളായതുകൊണ്ട് പുളി. മീനിന് ഏറ്റവും ഇഷ്ടം മീനാണ് മറ്റുള്ള എന്തിനെക്കാട്ടിലും. അതുകൊണ്ടാണ് മിക്കവാറും എവിടെ പുറത്ത് പോകുമ്പോഴും ഞാൻ മീൻ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ തേങ്ങാച്ചോറും മീനും കൂടെ ആകുമ്പോഴത്തേക്കും വേറൊരു ലെവലാണ് സാധനം. അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ കഴിക്കട്ടെ, ഞാൻ നുന്നൂസിനെ കെയർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം. അങ്ങനെ നമ്മൾ വർക്കലയിൽ നിന്ന് മൺറോ തുരുത്തിലെത്തിയേക്കുവാണ്. വിജയൻ ചേട്ടനാണ് നമ്മളെ ഇന്നത്തെ റൈഡർ. ഇതാണ് ചെറിയ നമ്മുടെ പണ്ടത്തെ കെട്ടുവള്ളത്തിൻ്റെ ഒരു മോഡലുള്ള, അതിലാണ് നമ്മൾ പോകുന്നത്. ഇത് കൺട്രി ബോട്ട് എന്നല്ല കേട്ടോ അതിനെ പറയുന്നത്. അതെ, കൺട്രി ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ നിങ്ങൾ കൊല്ലം ടച്ച് ചെയ്യണ്ട. കൊല്ലത്തു നിന്ന് വരുന്നവർ കൊല്ലം കുണ്ടറ റൂട്ടിൽ വന്നിട്ട് വേണം മൺറോത്തുരത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ മൺറോയുടെ സൗന്ദര്യം ആസ്വദിക്കട്ടെ. മൺറോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് പഴയ ദിവാനായിട്ടിരുന്ന മൺറോ സാഹിബിനെയാണ്. പുള്ളിയുടെ ഒരു എന്താ പറയുക ആദരസൂചകമായിട്ടാണ് ഈ ഐലൻഡിന് ഈ പേര് കൊടുത്തത്. മൺറോ ഐലൻഡുകൾക്ക് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്ന കനാൽസ് വഴിയാണ്. അതായത് ഇവിടെ റോഡുകളില്ല, കനാൽ വഴിയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് അന്ന് കാലത്ത് വെട്ടിയ ഒരു കനാലാണ്. ദിവാൻ്റെ സമയത്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതപ്പം മാൻമെയ്ഡ് കനാലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി കുറേ ഉണ്ട്. അത് ഞാനത് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാവും. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വെള്ളക്കെട്ടും പച്ചപ്പും കണ്ടൽക്കാടും ഇളം കാറ്റും ഒക്കെയുള്ള മനോഹരമായ മൺറോ തുരുത്തിലേക്കാണ് ഞങ്ങൾ പോയത്. മൺറോയിലേക്ക് എത്തി ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരം ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എത്തിയത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ചെറിയൊരു മഴക്കോളും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചില്ല. ചെറിയ രീതിയിൽ ഇടയ്ക്കൊന്ന് പെയ്തെങ്കിലും വലിയ രീതിയിൽ മഴ പെയ്ത് ഞങ്ങളെ യാത്ര കുളമാക്കിയില്ല. കെട്ടുവള്ളത്തിലായിരുന്നു ഞങ്ങൾ കയറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വള്ളത്തിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. വള്ളത്തിൽ കയറുന്നു അമ്മയ്ക്ക് വള്ളത്തിൽ ഇരുന്ന് പോകുന്നതൊന്നും പേടിയില്ല, കയറാനും ഇറങ്ങാനും ഭയങ്കര പേടിയായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ പേടിച്ചിരുന്ന അമ്മയെ ഞങ്ങൾ പതുക്കെ വള്ളത്തിലേക്ക് കയറ്റി. പിന്നെ ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നുന്നൂസിന്റെ ആദ്യത്തെ വള്ളത്തിൽ കൂടെയുള്ള യാത്രയാണ്. അവൾക്ക് മനസ്സിലൊക്കെ ആദ്യം മനസ്സിലായില്ല എന്താണ് ഇതിനെ വെള്ളത്തിൽ കൂടെ ആണ് പോകുന്നത്, താഴെ വെള്ളം ഉണ്ടെന്നൊന്നും ഒക്കെ മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിച്ചൊക്കെ കൊടുത്ത് അധികം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല. വെള്ളത്തിൽ കളി ഇഷ്ടമായതുകൊണ്ട് അധികം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചൊന്നുമില്ല വെള്ളക്കളിയൊന്നും. അങ്ങനെ ഞങ്ങൾ വള്ളത്തിലിങ്ങനെ മുന്നോട്ട് പോയി. ആദ്യമൊക്കെ തുടക്കത്തിൽ 2 സൈഡിലും വീടുകളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൺറോയുടെ യഥാർത്ഥ ഭംഗി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കണ്ടൽക്കാടുകളും പച്ചപ്പും പൊന്മാനൊക്കെ നിറയെ ഉണ്ട്. തീറ്റയൊക്കെ ധാരാളം അവർക്ക് കിട്ടുന്നുണ്ട്. ഇവിടം വിട്ടവർ എവിടെ പോകാനല്ലേ. അങ്ങനെ ഇങ്ങനെ പോയി ഞങ്ങൾ അഷ്ടമുടിക്കാരൻ്റെ അടുത്തൊക്കെ എത്താറായപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി.
പക്ഷെ വലിയ മഴയൊന്നും വന്ന് ഞങ്ങളെ പറ്റിച്ചില്ല. മഴ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ആ മഴച്ചാറ്റിലുള്ളതുകൊണ്ട് ചൂട് വലുതായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അഷ്ടമുടി കായലിലൊക്കെ കയറി. മൺറോയിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന കണ്ടിലിങ്ങനെ വളഞ്ഞൊരു എന്താ പറയുക, നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യുന്ന പോലെ നിൽക്കുന്ന അതിലേക്കൂടെ ഒക്കെ പോയി. ഭയങ്കര രസമായിരുന്നു മൺറോ. വൈകുന്നേരത്തെ സൺസെറ്റും ഒക്കെ കണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ മടങ്ങിയത്. അങ്ങനെ നമ്മള് മൺറോ തുരുത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് അങ്ങനെ കൊല്ലം ജില്ലയിൽ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് ആലപ്പുഴയിലേക്ക്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ആലപ്പുഴയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ബൈ ബൈ.